വലിയൊരു ലിവിംഗ് റൂമാണ്, അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഡൈനിങ് സ്പേസ്. സെയിൽസ് മാനേജറാണ് നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വിൻഡോകളൊക്കെ വലിയ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്, ഇത്രയും ഹൈറ്റുള്ള വിൻഡോസാണ്. 7.5 ഏക്കർ ടോട്ടൽ ലാൻഡ് ഏരിയയിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ശോഭ വിസ്പറിംഗ്. ഫൈനൽ ഓപ്പർച്യൂണിറ്റി അത്രയും പ്രീമിയം ആയിട്ടാണ് ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്തെങ്കിൽ. വലിയ ബാൽക്കണി വരുന്നുണ്ട്, നൈറ്റ്സ് റൂം, സെപ്പറേറ്റ് ടോയ്ലറ്റ് ഒക്കെ കൊടുത്തിട്ട്. നമ്മുടെ ഈ പേര് പോലെ തന്നെ വുഡ്സ് എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് നേച്ചർ റിച്ച് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് അല്ല. നമ്മുടെ ഈ 3 പ്രൊജക്റ്റിനും അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എക്സ്ക്ലൂസീവ് അമ്യൂണിറ്റീസ് ആണ് നമ്മുടെ പ്രൊജക്ട്. ഇത് കൂടാതെയാണ് നമുക്ക് ക്ലബ് ഹൗസ്. ഇതിനകത്ത് 13 ഫ്ലോർ ഹൈറ്റിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മെയ്മാൻ എന്ന് പറയുന്ന മോണോലിത്തിക് ഫ്രെയിം വർക്ക് കൺസ്ട്രക്ഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ഫിനിഷും അത്രയും സുപ്പീരിയർ ആയിരിക്കും. ഇതിന്റെ സ്ട്രക്ചർ ലൈഫ് കൂടുതലാണ്, ഏജിങ് കുറവാണ്. ഇത് റിയൽ ടൈം തെർമൽ ഇൻസുലേറ്റഡ് നോയ്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവും, അത്രയും നല്ല പ്രീമിയം ആയിട്ട്. ഹായ്, ദിസ് ഇസ് ഷമീൻ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ആക്കുളത്തുള്ള ശോഭയുടെ പ്രൊജക്റ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ പലതവണ വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ലോഞ്ച് വരുന്നുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ 3ാമത്തെയും ഫൈനലായിട്ടുള്ള ടവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറയാനാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ടവർ. ഈ ടവർ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്, ഈ വർഷം ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നതാണ്. ഇതാണ് സെക്കൻഡ് ടവർ. ഇത് അടുത്തതായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്ന ടവർ ഇതാണ്. ഇതിൽ വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രം ബാക്കിയുണ്ട്. അത് കൂടാതെ നെക്സ്റ്റ് ടവർ വരാൻ പോകുന്ന ഈ ഭാഗത്താണ്. ഈ ടവറിൽ നമുക്ക് ഇപ്പോൾ കുറേ അവൈലബിലിറ്റി ഉണ്ട്, കാരണം ലോഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടാതെ നല്ല ലോഞ്ച് പ്രൈസിനും നമുക്ക് വാങ്ങാവുന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ സെയിൽസ് ഓഫീസ്. നമ്മൾ ആദ്യം പോയത് വേറൊരു ഓഫീസായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഓഫീസാണ്. അതിനുള്ള മിനിയേച്ചർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സെയിൽസ് മാനേജർ ആയിട്ടുള്ള അജയ് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തൊക്കെയാണ് ഈ പുതിയ പ്രൊജക്റ്റ് വരാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽസ് ഓഫീസിലുള്ള മിനിയേച്ചറിന് മുമ്പിലാണ് നിൽക്കുന്നത്. അജയ് ആണ് സെയിൽസ് മാനേജറാണ്, നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ ശോഭ വിസ്പറിംഗ് എന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു ഫൈനൽ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ശോഭ വുഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അത് ലോഞ്ച് ചെയ്തു. അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7.5 ഏക്കർ ടോട്ടൽ ലാൻഡ് ഏരിയയിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ശോഭ വിസ്പറിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ആണ്. മെഡോസ്, റിഡ്ജ്, വുഡ്സ് ആണ് ഇതിലെ ഏറ്റവും പ്രീമിയവും അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിലെ ഫൈനൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൽ വരുമ്പോൾ നമുക്കൊരു കാണുന്ന ഒരു 2 ഏക്കർ, അതായത് 1.98 ഏക്കേഴ്സിലാണ് ഇതിൻ്റെ ടോട്ടൽ ലാൻഡ് സ്പ്രെഡ്. അതിൽ വരുമ്പോൾ 1 ഏക്കർ 46 സെൻറ്റോളം ഓപ്പൺ സ്പേസും അമ്യൂണിറ്റീസും ആയിട്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളതുപോലെ തന്നെ വളരെ യുണീക്കായിട്ടുള്ള പ്ലാനാണ്. 3 BHKയും 4 BHK ആണ് വരുന്നത്. 3 BHK തന്നെ ഈ എൻ്റയർ കമ്മ്യൂണിറ്റിയിലുള്ളതിൽ ഏറ്റവും വലിയ സൈസാണ് വരുന്നത്. 1811 സ്ക്വയർ ഫീറ്റ്, അതായത് 1811 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ സ്റ്റാർട്ടിങ് 3 BHK സൈസ് എന്ന് പറയുന്നത്. 4 BHK തന്നെ 2697 സ്ക്വയർ ഫീറ്റാണ്. അതായത് എൻ്റയർ കമ്മ്യൂണിറ്റിയിൽ വരുന്ന നമ്മുടെ യൂണിറ്റ് സൈസിനേക്കാളും കുറച്ച് കൂടുതൽ, അതായത് ഒരു ഫൈനൽ ഓപ്പർച്യൂണിറ്റി അത്രയും പ്രീമിയം ആയിട്ടാണ് ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ. ഇതിൽ വരുമ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ നമുക്കൊരു വളരെ എന്താ പറയുക വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ആണ്. നമുക്ക് ഈ ഗ്രൗണ്ട് ലെവലിൽ തന്നെ നമുക്കൊരു മൾട്ടി സ്പോർട്സ് ഗ്രൗണ്ട് വരുന്നുണ്ട്, ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും യോഗ ടെറസ് ഒക്കെ വരുന്നുണ്ട്, അതുപോലെ ഒരു ബാർബിക്യൂ കോർണർ. പിന്നെ നമ്മുടെ ഈ പേര് പോലെ തന്നെ വുഡ്സ് എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് നേച്ചർ റിച്ച് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് എല്ലാം നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഹാമോക്ക് പാർക്കും മെഡിറ്റേഷൻ ഡെക്കും പിക്നിക് സ്പോട്ടും ആ ഒരു കംപ്ലീറ്റ് ഒരു മിയാവാക്കി ഫോറസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ആംഫി തിയേറ്റർ ആയിട്ടും ഒരു സീറ്റിംഗ് ആൽക്കോവും സെലിബ്രേഷൻ ലോണൊക്കെ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് നമ്മുടെ ഈ സ്ട്രക്ചറിന് ചുറ്റും നമ്മുടെ കാണുന്നതെല്ലാം ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വുഡ്സിനുള്ള അമ്യൂണിറ്റീസ് ആണ്. അതായത് നമ്മുടെ ഈ 3 പ്രൊജക്റ്റിനും അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എക്സ്ക്ലൂസീവ് അമ്യൂണിറ്റീസ് ആണ് നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്നത്. ഇത് കൂടാതെയാണ് നമുക്ക് ക്ലബ് ഹൗസ്. അപ്പോൾ ഇതിനകത്തൊരു യൂണിറ്റ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു നെക്സ്റ്റ് ലെവൽ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഒരു യൂണിറ്റിനോടൊപ്പം ഈ കാണുന്ന ഇത്രയും അമ്യൂണിറ്റീസും നമ്മുടെ ക്ലബ് ഹൗസ് എക്സ്പീരിയൻസും എല്ലാം ആയിരിക്കും ഒരു ക്ലയന്റിന് കിട്ടുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ക്ലബ് ഹൗസിൽ തന്നെ ഒരു 10ഓളം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അമ്യൂണിറ്റീസാണ് വരുന്നത്. അതിനകത്ത് ഒരു 3 ഗസ്റ്റ് വരുന്നുണ്ട്, മൾട്ടിപർപ്പസ് ഹാള് വരുന്നുണ്ട്, പിന്നെ അതുപോലെ നമുക്കൊരു ഡബിൾ ഫ്ലോർ ഹൈറ്റ് ലോബി, പിന്നെ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട്, അങ്ങനെയുള്ള എല്ലാ അമ്യൂണിറ്റീസും നമ്മുടെ ക്ലബ് ഹൗസിൽ വരുന്നുണ്ട്. പിന്നെ പൂളും കിഡ്സ് പൂളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ ഈ കാണുന്ന അമ്യൂണിറ്റീസ് എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് തന്നെ ഒരു നാച്ചുറലി എലിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ആയതുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ലാൻഡ് ലെവലിൽ നിന്നൊരു 13 ഫ്ലോർ ഹൈറ്റിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പോൾ നമ്മുടെ വിസിബിലിറ്റിയും അത്രയും ഓപ്പൺ ആയിരിക്കും. അതുപോലെ നമുക്ക് എപ്പോഴും നല്ലൊരു എയർ വെന്റിലേഷൻ, കാറ്റുണ്ടാവും. മാത്രമല്ല നമുക്ക് എന്താ പറയുക ലൈറ്റും ഇങ്ങനെയുള്ളൊരു കംപ്ലീറ്റ്ലി നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു സറൗണ്ടിങ്ങിലായിരിക്കും, ഒരു കംപ്ലീറ്റ് ഒരു ലഷ് ഗ്രീൻ എൻവയോൺമെന്റിലായിരിക്കും നമ്മുടെ
പ്രൊജക്റ്റ് വരുന്നത്. പിന്നെ ബാക്കി കൺസ്ട്രക്ഷൻ്റെ ടെക്നോളജി ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ എല്ലാതും ഒരുപോലെ തന്നെ എല്ലാം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെയ്മാൻ എന്ന് പറയുന്ന മോണോലിത്തിക് ഫ്രെയിം വർക്ക് കൺസ്ട്രക്ഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ഫിനിഷും അത്രയും സുപ്പീരിയർ ആയിരിക്കും. സ്ട്രക്ചറൽ റിലേറ്റഡ് ഡാമേജസോ ഡാംനെസ്സോ ക്രാക്ക് ലീക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമ്മുടെ ഈ സ്ട്രക്ചറിന് ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ സ്ട്രക്ചർ ലൈഫ് കൂടുതലാണ്, ഏജിങ് കുറവാണ്, ഇത് റിയൽ ടൈം തെർമൽ ഇൻസുലേറ്റഡ് നോയ്സ് ഇൻസുലേറ്റഡും ആണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തുള്ള വേറൊരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇനി ഈ കാണുന്ന 110 യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഇത്രയും യൂണിറ്റ്സ് മാത്രമേ ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ളൂ. ഇനി ഇതിനകത്തൊരു ഫർദർ യൂണിറ്റ് റിലീസോ അവൈലബിലിറ്റിയോ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു കോമ്പൗണ്ടിൽ ഇനി വേറെ സ്ട്രക്ചറും വരാൻ പോകുന്നില്ല. ഈ 7.5 ഏക്കറിൽ ഈ 4 കൺസ്ട്രക്ഷനാണ് നമുക്ക് വരുന്നത്, ക്ലബ് ഹൗസും 3 ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ്. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് കംപ്ലീറ്റ്ലി സ്ട്രക്ചർ ഫിനിഷ് ചെയ്തു, അത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. ഇനി അതിനകത്ത് ഒരു യൂണിറ്റ് പോലും നമുക്ക് സെല് ചെയ്യാനില്ല. സെക്കൻഡ് പ്രൊജക്റ്റിൽ നമ്മൾ 24 ലോഞ്ച് ചെയ്തതാ. അത് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അതായത് ഇന്നത്തെ വരുമ്പോഴത്തേനും അതിനകത്ത് ഇനി ഒരു 6 യൂണിറ്റേ ഉള്ളൂ, ബാക്കിയെല്ലാം സോൾഡ് ആണ്. ഇനി അതിനകത്തും അവൈലബിലിറ്റി ഇല്ല. അതും കൺസ്ട്രക്ഷൻ ഫേസ് ഒരു 50% ആയിട്ടേ ഉള്ളൂ. ഇത് വരുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ പ്രീ ലോഞ്ചിലാണെങ്കിൽ പോലും നമ്മൾ ഓൾമോസ്റ്റ് 20 യൂണിറ്റ്സ് ഇപ്പം കംപ്ലീറ്റഡ് ആയി നിൽക്കുവാണ്. അപ്പം ആ ഒരു സിനാരിയോ, കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നെക്സ്റ്റ് ഒരു ഗോയിങ് ഫോർവേഡ് നമുക്ക് കിട്ടത്തില്ല. ബിക്കോസ് നമുക്കിപ്പം മെഡോസ് എടുത്ത ഒരാളിന് ബ്രിഡ്ജ് എന്നോ വുഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ബ്രിഡ്ജ് എടുത്ത ഒരാളിന് വുഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി വുഡ്സിലോട്ട് വരുമ്പോൾ ഇതിൽ നോക്കുന്ന ഒരാളിന് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് ഇല്ല, ഈ കമ്മ്യൂണിറ്റിക്കകത്തില്ല, വിസ്പറിംഗിനകത്ത് വേറൊരു ഇതില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു ഫൈനൽ. നമ്മൾ ഇതിനകത്ത് അതിൻ്റെ ടാഗ് ലൈൻ പറയുമ്പോൾ ദിസ് ഇസ് ദ ഫൈനൽ ചാപ്റ്റർ ഓഫ് ശോഭ വിസ്പറിംഗ്. അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത്. ഫിനിഷ് എന്താണെന്ന് അറിയാനായി നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു കംപ്ലീറ്റ്ലി ഒരു ഡെമോ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഫ്ലാറ്റ് റെഡിയാണ്. നമുക്കത് അപ്പുറത്ത് പോയി കാണാൻ തന്നെ പറ്റും. അപ്പം അത് ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിക്കാം, അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ കാണിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് താങ്ക് യു. 3.5 BHK ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൻ്റെ ഫോയർ ആണ് ഫസ്റ്റ് കാണുന്നത്. ഫോയറിന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് റൂം, വലിയൊരു ലിവിങ് റൂമാണ്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട്. അതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഒരു വലിയ ബാൽക്കണിയാണ്. ബാൽക്കണി ഉണ്ട്. ഇവിടെ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഇതാണ് കിച്ചൺ. ഇവിടെ യൂട്ടിലിറ്റി റൂമാണ്. യൂട്ടിലിറ്റി റൂം ഇവിടെ വാഷ് മെഷീനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട്. നല്ല ഓപ്പൺ ആയിട്ടൊരു ഏരിയ ഉള്ളത്. ഈ ഏരിയയിലാണ്, ഇവിടെ നിന്നാണ് മെയ്ഡ്സ് റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. മെയ്ഡ്സ് റൂം സെപ്പറേറ്റ് ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ള മെയ്ഡ്സ് റൂമാണ്. ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ ഡൈനിങ് ഏരിയ. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. വിൻഡോകളൊക്കെ വലിയ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഹൈറ്റുള്ള വിൻഡോസാണ്. അതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഇതിൽ സ്റ്റഡി വരുന്നത്. ഇതാണ് സ്റ്റഡി റൂം. ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഒരു വലിയ ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. അത്രയും നല്ല പ്രീമിയം ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ശോഭയുടെ ഇൻറ്റീരിയറിനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് അടുത്ത ബെഡ്റൂം. എല്ലാ സ്ഥലത്തും വിൻഡോസ് ഫുൾ ഹൈറ്റുള്ള വിൻഡോസാണ്. ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതതിൻ്റെ ടോയ്ലറ്റാണ്, വലിയ ടോയ്ലറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ശോഭയുടെ ഈ ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു കോമ്പൗണ്ടിൽ, ഈ ഒരു പ്രൊജക്റ്റിൽ വിസ്പറിംഗിൽ പറഞ്ഞ അംബർല നെയിമിൽ വരുന്ന 3ാമത്തെ ടവറാണ്. 3ാമത്തതും ഫൈനലായിട്ടുള്ള ടവറാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൽ നല്ല യൂണിറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. നല്ല ഓഫർ പ്രൈസിനും നമുക്ക് വാങ്ങാൻ പറ്റും. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ.